ചരിത്രപ്രസിദ്ധമായ വൈക്കത്തപ്പന്റെ തിരുനടയിൽ നിന്നും കേരള എക്സ്പ്രസ് അതിന്റെ ടൈം ലൈനിൽ ഈ ടൈമിന്റെ ഏറ്റവും മികച്ച ഒരു ഗാനജീവിതത്തെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. മലയാളി ഏറെ ഹൃദ്യതയോടെ ഷെയർ ചെയ്തും ടാഗ് ചെയ്തും ഒരു പാട്ടുകാരിയോട് കാണിക്കുന്ന സ്നേഹവും ആദരവും അടയാളപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എത്ര പോസ്റ്റ് ചെയ്താലാണ്, എത്ര ലൈക്ക് അടിച്ചാലാണ്, അല്ലെങ്കിൽ എത്ര ഡൗൺലോഡ് ചെയ്ത് കേട്ടാലാണ് പഴമയുടെ ഈ സ്വരഭംഗിയോട് ലയം ചേർന്ന് നിൽക്കാനാവുക എന്ന് തിരയുന്ന പാട്ടുമോഹികൾക്കൊപ്പം പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്ന വൈക്കത്തെ കാറ്റിനൊപ്പം കേരള എക്സ്പ്രസ് ഒരു യാത്ര പോവുകയാണ്. ആത്മാവിലേക്ക് നീട്ടി വിളിക്കുന്ന ഏതു പാട്ടുണ്ട് ഇക്കാലത്ത് ഏറ്റവും സത്യസന്ധമായും നിഷ്കളങ്കമായും കേൾക്കാനായി എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമുണ്ട്. ഞാലിപ്പൂങ്കതളി വാഴപ്പൂക്കലകളിൽ ആകെ തേൻ നിറച്ച് ആ പാട്ടും പാട്ടുകാരിയും നമ്മുടെ മുറ്റത്തും തൊടിയിലുമെല്ലാം പരന്നിരിക്കുകയാണ്. പഴയ പാട്ട് കേൾക്കുമ്പോൾ ഹൃദയം നിറഞ്ഞ് സന്തോഷിക്കുന്നവർക്കെല്ലാം ഇപ്പോൾ ഈ പുതിയ പാട്ടുകാരിയിലൂടെ പഴയ എത്രയോ പാട്ടുകാരികളെ ഹൃദയം കൊണ്ട് തൊടാൻ കഴിയുന്ന സൗഭാഗ്യമാണ് സംഭവിച്ചിരിക്കുന്നത്. പോയ പഴയ കാലമെല്ലാം ഒരുമിച്ച് ഒറ്റപ്പാട്ടിന്റെ പുറമേറി തിരിച്ചുവരും പോലെ. ചരിത്രത്തിലേക്ക് വല്ലാതെ വേരുകൾ പടർന്നൊരു നാട്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെയും നവോത്ഥാന രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെയും ഏടുകൾ മറിക്കുമ്പോൾ നമ്മൾ എന്നും ഉറക്കെ കേൾക്കുന്ന ദേശനാമമാണ് വൈക്കം. വൈക്കത്തെ ക്ഷേത്രനിരത്തുകൾ ഇങ്ങനെ നിർബാധം നീണ്ടു നിവർന്ന് സകലരും വഴി നടന്നു പോകുന്നത് കാണുമ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പഴയ സമരചരിത്രം ഓർമ്മ വരും. വൈക്കം സത്യാഗ്രഹം. സകല മനുഷ്യർക്കും സവർണാവർണ്ണ ഭേദമില്ലാതെ ഒരുമിച്ച് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരു ദേശം ഒന്നായി ഉണർന്നെണീറ്റ് നടന്ന ചരിത്രപാഠങ്ങൾ ഉരുവിടാതെ മലയാളിക്കൊരു ചരിത്ര പാരായണവുമില്ല. പൌരാണികതയുടെ ചുറ്റമ്പലത്തെ വലം വെച്ച് ഏത് നടയിലൂടെ പുറത്തിറങ്ങിയാലും സ്വാതന്ത്ര്യം കിട്ടിയ നീണ്ട നടവഴികൾ തന്നെയാകും കാഴ്ച. എന്നാൽ നമുക്കിറങ്ങേണ്ടത് വൈക്കത്തപ്പന്റെ വടക്കേ നടയിലൂടെയാണ്. വൈക്കത്തെ തന്റെ പേരിൽ അലങ്കരിച്ച് നടക്കുന്ന പാട്ടുകാരിയുടെ വീട്ടിലേക്കാണ്. ഗാനകോകിലം വൈക്കം വിജയലക്ഷ്മി. മലയാളിയുടെ പാടിത്തീരാത്ത നൊസ്റ്റാൾജിയകളിലേക്ക് ഒറ്റയ്ക്കൊരു പാട്ടും മൂളി വന്ന് ആകെ തേൻ നിറച്ച പാട്ടുകാരി. മലയാള സിനിമ അതിന്റെ ചില വാർപ്പുശീലങ്ങളുടെ അന്ധത വെടിയുമ്പോഴാണ് നമുക്കിങ്ങനെ നല്ല പ്രകാശം പരത്തുന്ന പാട്ടുകാരികളെ കാണാനാവുന്നത്. ജീവിത സാധാരണതകളിൽ നിന്ന് സംഭവിക്കുന്ന ചില വലിയ അത്ഭുതങ്ങൾക്ക് തബലയും ഹാർമോണിയവും ക്ലാരിനെറ്റും വരെ വായിക്കാനാവുന്നത്. ഒറ്റപ്പാട്ടിലൂടെയാണ് വിജയലക്ഷ്മി ഇപ്പൊ കേരളത്തിന്റെ മുഴുവൻ പാട്ട് മോഹികളുടെ മനസ്സിലേക്ക് കയറിയിരിക്കുന്നത്. ഒന്നുകൂടി വിസ്തരിച്ച് പറയുകയാണെങ്കിൽ എന്താണ് പറയുക? ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഒന്നുകൂടി ഒരു സന്തോഷവും ആത്മസംതൃപ്തിയും ഇതിലൂടെ ഈ സിനിമയെ പാടിയതിലൂടെ എനിക്ക് ലഭിച്ചു. ഏത് വയസ്സ് തൊട്ട് പഠിക്കുന്നുണ്ട് പാട്ട്? എങ്ങനെയൊക്കെ ആയിരുന്നു പാട്ടിന്റെ ഒരു തുടക്കകാലത്ത്? അത് 2 വയസ്സ് മുതൽ പാടുമായിരുന്നു. 5 വയസ്സിൽ ആദ്യം കേട്ട് പഠിക്കുവാൻ തുടങ്ങി പാട്ടുകള്. പിന്നെ 6 വയസ്സിൽ ദാസേട്ടന് ദക്ഷിണ സമർപ്പിച്ചു. അതിനുമുമ്പ് ചാത്തൻകുടി ദേവീക്ഷേത്രം, വൈക്കം ചാത്തൻകുടി ദേവീക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടത്തി. അത് കഴിഞ്ഞ് ബോംബെ ഷൺമുഖാനന്ദ ഹാളിൽ പരിപാടി അവതരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പരിപാടി, അരങ്ങേറ്റത്തിന് ശേഷമുള്ള ആദ്യത്തെ പരിപാടി. എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ റേഡിയോയും ഒക്കെ ആയിരിക്കുമല്ലേ ധാരാളമായി ആശ്രയിച്ചിട്ടുണ്ടാകുക പാട്ടിനെ? ആയിരുന്നു. എങ്ങനെയൊക്കെയാണ് അത് ഒന്ന് പറഞ്ഞേ? ആ സമയത്ത് ആരുടെയൊക്കെ പാട്ടുകളാണ് കുട്ടിക്കാലത്ത് കേട്ടുകൊണ്ടേയിരിക്കാറ്?
പ്രധാനമായിട്ടും ദാസേട്ടന്റെ, ബാലമുരളി സാർ, MS സുബ്ബലക്ഷ്മി അമ്മ, മറ്റേ മധുരൈ TN ശേഷഗോപാൽ സാറ്, സന്താനം സാറ്, അങ്ങനെ എല്ലാവരുടെയും, ചെമ്മാങ്കുടി സ്വാമികൾ, അങ്ങനെ എല്ലാവരുടെയും കേൾക്കും. ഇപ്പോഴും കേൾക്കാറുണ്ട്. അലമാരിയിൽ പുരസ്കാരങ്ങൾ വയ്ക്കാൻ ഇനി സ്ഥലമില്ല. ആദരവിന്റെ ആഹ്ലാദ മുഹൂർത്തങ്ങളിലേക്കുള്ള സ്നാപ്പുകൾ മറ്റുള്ളവർക്കെങ്കിലും കാണാനായി ഒട്ടിച്ചു വയ്ക്കാൻ ഇനി ഒഴിഞ്ഞൊരു ചുമരുമില്ല. അഞ്ചു വയസ്സ് തൊട്ട് തുടങ്ങിയ സംഗീതയാത്ര 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കിയപ്പോഴാണ് വിജയലക്ഷ്മി ഇതാ മറ്റൊരു അത്ഭുതം കൂടി സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് M. ജയചന്ദ്രന്റെ ഫോൺ വിളി. പറഞ്ഞത് സംഭവിക്കുക തന്നെ ചെയ്തു. അത്ഭുതം. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തില് പാട്ടും മൂളി വന്നോ, ഞാലിപ്പൂങ്കതളി വാഴ പൂക്കളിൽ ആകെ തേൻ നിറഞ്ഞോ, ആകെ തേൻ നിറഞ്ഞോ. ഞാൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. ഇത് ആ വീരകുമാരൻ ഡാനിയിൽ എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോയി അല്ലേ? ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിലർക്ക് ആ കാലത്ത് ഉണ്ടായതുപോലെയാണ് പാട്ടും അല്ലേ? അങ്ങനെ എന്നോട് പറഞ്ഞു. കാലത്ത് ആരെങ്കിലും പാടിയതായി തോന്നുന്നില്ല അല്ലേ? ഇല്ലില്ല. അപ്പൊ എന്ത് തോന്നി? ആരൊക്കെ പറഞ്ഞു അങ്ങനെ? അങ്ങനെ കായങ്ങളും ബാബുച്ചേട്ടൻ എന്താ പറഞ്ഞു? ആ കാലഘട്ടത്തിൽ വിജയലക്ഷ്മി ഉണ്ടായിരുന്നതായി തോന്നി. തോന്നിയല്ലേ? പൂവും കായും വന്നോ, മീനത്തി വെയിലിൻ ചൂടിൽ കണുതണെ തൂവൽ വീശി നിന്നോ, തൂവൽ വീശി നിന്നോ. സംഗതികളുടെ സർക്കസുകളുമായി റിയാലിറ്റി ഷോകൾ തകർക്കുന്ന കാലമാണെന്ന് ഓർക്കണം. മറുനാട്ടിൽ നിന്നുള്ള നാവു വടിക്കാത്ത ഉച്ചാരണങ്ങൾ വരെ കേട്ട് മടുത്തിരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി കാതിൽ തേന്മഴയായി പഴയ പാട്ടുകളുടെ തനിമ മുഴുവൻ നിറഞ്ഞു പാടിയത്. ആലാപനത്തിന്റെ മധുരഭാവങ്ങളിലേക്ക് ഇടിച്ചു കയറി ഇവിടെ സംഗീതോപകരണങ്ങളുടെ കസർത്തുകളില്ല. പാട്ടിന്റെ നിറപുഞ്ചിരി പോലുള്ള ആനന്ദങ്ങളും വിശുദ്ധിയുമായി പഴമയെ അങ്ങനെ തന്നെ തുടച്ചെടുക്കുകയായിരുന്നു വിജയലക്ഷ്മിയുടെ പാട്ട്. അത് പഴയ കാലത്തേക്കൊന്നും പോവാതെ പോയ വസന്തത്തെ തിരിച്ചു വിളിച്ചു. നേരം നല്ലത് നേരാമോ. വിജയലക്ഷ്മിക്ക് എന്റെ പ്രിയപ്പെട്ട പാട്ട് എന്നൊക്കെ പറയാൻ തോന്നുന്ന പാട്ടുകൾ ഏതൊക്കെയാണ്? 2-3 പാട്ടുകളുണ്ട്. ദാസേട്ടന്റെ, ഹരിമുരളിയിലും തൊട്ട് എല്ലാ പഴയ പാട്ടുകളും എല്ലാം ഇഷ്ടമാണ്. പിന്നെ കൊടുങ്ങല്ലൂരമ്മ, ബാലമുരളി സാറ് കൊടുങ്ങല്ലൂരമ്മ എന്നുള്ള സിനിമയിൽ പാടിയത്. പിന്നെ ദാസേട്ടന്റെ ത്രിപുര സുന്ദരി, ദേവിയുടെ അങ്ങനെ ഭക്തിഗാനങ്ങളൊക്കെയാണ് ഇഷ്ടം. ത്രിപുര സുന്ദരി, ദർശന ലഹരി. ഭക്തിഗാനങ്ങളോട് എന്താണ് ഇത്ര ഇഷ്ടം തോന്നാൻ കാരണം? അത് ഞാൻ ദേവിയുടെ ഭക്തയാണ്, അതുകൊണ്ട് ത്രിപുര സുന്ദരി. പിന്നെ ശിവന്റെ പാട്ടുകൾ ഇഷ്ടമാണ്. എല്ലാ ദൈവങ്ങളുടെയും ഭക്തിഗാനങ്ങളും ഇഷ്ടമാണ്. കുരുതിക്കളങ്ങളിൽ പാട്ടുപാടി കുങ്കുമ കലശങ്ങളാടിയാടി വാളും ചിലമ്പുമായി സംഹാരതാണ്ഡവം ആടുമമ്മേ ശ്രീകുരുമ്പേ ജയദുർഗേ ജയദുർഗേ. കൊടുങ്ങല്ലൂരമ്മേ കൊടുങ്ങല്ലൂരമ്മേ കുന്നല നാട്ടിൽ കുടികൊള്ളുമമ്മേ. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തില് പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ. ഞാലിപ്പൂങ്കതളി വാഴ പൂക്കളിൽ ആകെ തേൻ നിറഞ്ഞോ,
ആകെ തേൻ നിറഞ്ഞു ആറ്റ് നോറ്റ് ഈ കാണാമരത്തിൽ നമ്മുടെ ചലച്ചിത്ര സംഗീത ചരിത്രം മലയാളിത്തമുള്ള ഒരു യഥാർത്ഥ ശബ്ദത്തെ തൊട്ടറിയുകയായിരുന്നു. പാട്ടിന്റെ ഒരു സുവർണകാലത്തെ മുഴുവൻ താലോലിക്കുന്നവർക്ക് അതുകൊണ്ട് തന്നെ ഒരു പി ലീലയെയോ ജാനമ്മ ഡേവിഡിനെയോ കേട്ട പ്രതീതി. വിജയലക്ഷ്മിയുടെ അത്ഭുതങ്ങൾ അവിടെ തീരുന്നില്ല. ഒറ്റതന്ത്രിയിലെ 1000 സ്വരസ്ഥാനങ്ങളിലേക്ക് വിരലുകളെ അലയാൻ വിട്ട് വിജയലക്ഷ്മി അവിടെയും ഒരു കവിഞ്ഞൊഴുക്കാണ്. സാധാരണ വീണയ്ക്ക് 7 കമ്പി മൊത്തം ഉണ്ട്. 7 കമ്പി, അതായത് അതില് മെട്ടുകൾ സ്വരസ്ഥാനങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, സരിഗമ തൊട്ട് എല്ലാം. അപ്പം ഇതില് അങ്ങനെ മാർക്ക് ചെയ്തിട്ടില്ല, സ്വന്തം ഐഡിയ വെച്ച് വായിക്കുന്നതാണ്. അത് എന്റെ കോ ബ്രദർ വന്നപ്പോഴൊരു കളി വീണ നിർമ്മിച്ചായിരുന്നു. കളിയിൽ തുടങ്ങിയതാണ് അത്, കാര്യമായി. അപ്പൊ അത് കളി വീണ നിർമ്മിച്ചത് അതില് പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച് ഒറ്റ കമ്പിയില്, അത് സ്പൂണൊക്കെ ഉപയോഗിച്ച്, സ്പൂണ്, സ്ക്രൂ ഡ്രൈവർ, ടെസ്റ്റ് ട്യൂബൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. സ്ക്രൂ ഡ്രൈവറിലൊക്കെ സംഗീതം ഉണ്ട് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് അല്ലേ? അങ്ങനെ ഒരു കാര്യമുണ്ട്. വിജയലക്ഷ്മിക്ക് മാത്രമായുള്ള ഒരു വീണയാണിത്. പ്ലാവിൻ തടിയിൽ ഒറ്റക്കമ്പി വലിച്ചുകെട്ടി ഇലക്ട്രീഷ്യനായ അച്ഛൻ മുരളീധരന്റെ ഒരു കരകൌശലം. വിജയലക്ഷ്മിയുടെ വിരലുകൾ ആ ഒറ്റത്തന്ത്രിയിൽ തൊടുമ്പോൾ നാദങ്ങൾ ചിത്രശലഭങ്ങളെപ്പോലെ പറന്നുയരും. വയലിൻ കുലപതി കുന്നക്കുടി ആർ വൈദ്യനാഥൻ സമർപ്പിച്ചപ്പോൾ അദ്ദേഹമാണ് പേരിട്ടത് ഗായത്രി വീണ. കുന്നക്കുടി വൈദ്യനാഥൻ സാറിനാണ് ദക്ഷിണ കൊടുത്തത്. അദ്ദേഹം വലിയ വയലിനിലെ ഏറ്റവും വലിയ മാസ്റ്റർ അല്ലേ? അതെ, അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റി. അതെ, അതൊരു ഭാഗ്യമായി. ദാസേട്ടനും ബാലമുരളി സാറും എല്ലാവരും കേട്ടിട്ടുണ്ട് ദക്ഷിണാമൂർത്തി സ്വാമികൾ, എല്ലാവരും കേട്ടിട്ടുണ്ട്. സ്വാമി കാണിച്ചോ എവിടുന്ന? അത് വൈക്കത്തമ്പലത്തിൽ ആദ്യം ഒന്ന് കേട്ടു, പിന്നെ തലയോലപ്പറമ്പ് ജേസിസ് എന്നുള്ള സംഘടനയ്ക്ക് അപ്പോഴും അദ്ദേഹം കേട്ടിട്ടുണ്ട്, എറണാകുളത്ത് വെച്ച് കേട്ടിട്ടുണ്ട്. പല അദ്ദേഹത്തിന്റെ പാട്ടുകൾ വായിച്ചു, ഹൃദയസരസിലെ, പിന്നെ സ്വപ്നങ്ങൾ, കാട്ടിലെ പാഴ്മകൾ, ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് എന്ന് പറഞ്ഞു. അത് റിങ്, അലുമിനിയത്തിന്റെ റിങ് ഇട്ടിട്ട് ഈ നെയിൽ ക്യാപ്പ് ഇത് ധരിച്ചിട്ടാണ് വലത് കൈ കൊണ്ട് ചൂണ്ടുവിരലുകൊണ്ട് മീട്ടുക. ഇത് ഇടത്തെ കയ്യില് ഈ സോൾഡറിങ് അയൺ, അതിന്റെ പിടി ഉപയോഗിച്ച് കമ്പി ഉരച്ചാണ് ഒരു പാട്ടുകളൊക്കെ വായിക്കുന്നത്. അപ്പൊ നമ്മള് ഉപയോഗിച്ച് കളയുന്നതിലൊക്കെ സംഗീതം ഉണ്ടെന്ന് കണ്ടെത്തുകയാണ് അല്ലേ? അതെ അതെ, ഇതെല്ലാം അച്ഛന്റെ ഐഡിയാസ് ആണ്. അതെല്ലേ, സംഗീതം എവിടെ ഉണ്ട് എന്ന് തന്നെയാണ് വിജയലക്ഷ്മി വിശ്വസിക്കുന്നത്. അതെ, ഏതിലും ഉണ്ട്, ഏതിലും സംഗീതമുണ്ട്. അതെ, പാഴ്വസ്തുവിലും, ഏത് പാഴ്വസ്തുവിലും സംഗീതമുണ്ട്.
വിജയദശമി ദിനത്തിൽ പിറന്നതുകൊണ്ട് തന്നെ വിജയലക്ഷ്മിക്ക് കലാദേവത വാരിക്കൊടുത്ത കഴിവുകൾക്ക് കണക്കില്ല. എന്നാൽ കൊടുക്കാത്തത് ഒന്നേയുള്ളൂ. അതാണ് ഇന്ന് അച്ഛനമ്മമാരുടെ ദുഃഖം. എന്നാൽ അതിനെല്ലാം അപ്പുറമാണ് കാണാലോകത്ത് നിന്നുള്ള ഏതോ നിത്യമായ പ്രചോദനം കൊണ്ട് അവൾ തീർത്തുകൊണ്ടിരിക്കുന്ന സംഗീതത്തിന്റെ വേറൊരു ലോകം. 400-450 രാഗങ്ങൾ അറിയാം, അതുപോലെ കീർത്തനങ്ങൾ അറിയാം, അതുപോലെ ഇന്ന് വരെ ഫണ്ടമെന്റൽ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇതൊക്കെ ദൈവം നേരിട്ട് കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഈ സ്വരങ്ങൾ, അതിന്റെ സാധനങ്ങൾ, കണക്കുകൾ ഇന്ന് വരെ ആരും പറഞ്ഞു കൊടുത്തില്ല. പക്ഷെ ഒരു കണക്ക് ആരെങ്കിലും പറയണോ കേട്ടാൽ അന്നേരം അത് പിടിച്ചെടുക്കുകയും ചെയ്യും. കൊച്ചായിരിക്കുമ്പോൾ 5 വയസ്സുണ്ട്. ഗുരുവായൂർ തൊഴാൻ പോയപ്പോ അവിടെ ഒരു തിരുമേനി വന്ന് ദുജാന്തി രാഗം അറിയാമെന്ന് ചോദിച്ചു മോളോട്. അപ്പൊ ഞങ്ങൾ ഈ രാഗം കേട്ടിട്ടില്ല, വിജയലക്ഷ്മിക്ക് അറിയാവുന്ന ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഒരെണ്ണം വിജയലക്ഷ്മി ആ രാഗം വിസരിച്ച് കേൾപ്പിച്ചു. എന്റെ അമ്മ ആ തിരുമേനി തോളുകൊണ്ട് പിന്നെ ഞങ്ങളുടെ അടുത്ത് വന്നേ ഇല്ല. അതുപോലെ പിന്നെ തന്നെ അടാന സഹാന അങ്ങനെ എന്താണ് 3-4 രാഗങ്ങള് ഒരാൾക്ക് ഇങ്ങനെ ഒന്നിച്ച് പാടാൻ പറ്റില്ല. അടാന, സഹാന, പിന്നെ സിന്ധുവൈരവി, 4 രാഗങ്ങൾ എങ്ങനെയാണ്? അത് ഒരു പാട്ടുകാരന് ഒറ്റയിരിപ്പിൽ ഇത് 4 ഒന്നിച്ച് വിസ്തരിക്കാൻ പറ്റില്ല. കാരണം ഇത് എങ്ങനെ വന്നാലും അടുത്ത ഈ രാഗത്തിലേക്ക് വരും. ചേത്തല ഗോപാൽ സാർ ഒരിക്കൽ ഇവിടെ വന്നപ്പോ വിജയലക്ഷ്മിയുടെ രാഗങ്ങളൊക്കെ ചോദിച്ചു, അതൊക്കെ വിസരിച്ച് കേൾപ്പിച്ചു. അപ്പൊ വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണം കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയായി മിഴിനീർ വഴിയിൽ വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണം ശ്രീഗണനാഥം ഭജാമ്യഹം ശ്രീഗണനാഥം ഭജാമ്യഹം. വിജയലക്ഷ്മിയുടെ സംഗീത വിസ്മയങ്ങൾ മലയാളി മുഴുവനും കേൾക്കുന്ന ഒരൊറ്റപ്പാട്ടിൽ ഒതുങ്ങുന്നില്ല. 30 വയസ്സ് പിന്നിട്ട ജീവിതത്തിൽ വിജയലക്ഷ്മി ഇന്ത്യക്കകത്തും പുറത്തും കോരിത്തരിപ്പിച്ച സദസ്സുകൾക്കും കണക്കില്ല. ഇനി അപൂർവ രാഗങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തണം. പാഴ്വസ്തുക്കളിൽ നിന്നും സംഗീതമുണ്ടാവുന്നത് പഠിക്കണം. വൈക്കത്തപ്പന്റെ വടക്കേ നടയിലെ ഒരു എളിയ പാട്ടുകാരിയായി തന്നെ ശിഷ്ടജീവിതവും പ്രാർത്ഥനയോടെ കഴിയണം. അത് ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോഴും വിഘ്നേശ്വരന്റെ നടയിലും വൈക്കത്തപ്പന്റെയും പാർവതി ദേവിയുടെ നടയിൽ പാടാറുണ്ട്. എപ്പോ വരുമ്പോഴും കീർത്തനങ്ങൾ പാടും. അതിലെ മൃത്യുഞ്ജയ മന്ത്രം, വേറെ ഒരുപാട് കീർത്തനങ്ങൾ എപ്പോ വരുമ്പോഴും പാടാറുണ്ട്. പിന്നെ വൈക്കത്തഷ്ടമി ദർശനത്തിന് എനിക്ക് ഇവിടെ തിരക്കുകൾ കാരണം വരാൻ പറ്റൂലല്ലോ. അപ്പൊ ഞാൻ ഇവിടെ വരുന്നതായിട്ട് സ്വപ്നത്തിലൊക്കെ കണ്ടായിരുന്നു. ഞാനും ഭഗവാനും മാത്രം അങ്ങനെയൊക്കെ സ്വപ്നത്തിൽ കണ്ടായിരുന്നു. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ. ഒരുപാട് പാട്ടുകളൊന്നും വേണ്ട, ഒരൊറ്റ പാട്ടുമതി മലയാളിക്ക് ഒരുപാട് കാലത്തേക്ക് താളം പിടിച്ചു പാടാൻ. അൽപായുസുകളായ ചലച്ചിത്രഗാനങ്ങളുടെ ലോകത്ത് അതുകൊണ്ട് തന്നെ ഇന്നത്തെയല്ല നാളത്തെയും പാട്ടുകാരിയാണ് വൈക്കം വിജയലക്ഷ്മി. ഇന്ന് കണ്ടെത്തി ചരിത്രത്തിന് തുടക്കമിട്ട പോലെ കൈപിടിച്ച് അതൊരു തുടർച്ചയാക്കേണ്ടതും മലയാള സിനിമ തന്നെയാണ്. അതെന്തെങ്കിലും സഹതാപത്തിന്റെ പേരിൽ വേണ്ട, സർഗശേഷിയുടെ ഉറപ്പിൽ മതിയെന്ന് ഈ പാട്ടുകാരി തെളിയിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ മന്ദാരമുഖ്യ ബഹുപുഷ്പ സുപൂജിതായ തസ്മൈ മകാരായ
നമ ശിവായ. വൈക്കം വിജയലക്ഷ്മി എന്ന പ്രതിഭാധനയായ പാട്ടുകാരിയെ കണ്ടെത്തുമ്പോൾ മലയാള സിനിമ ചില നല്ല ശീലങ്ങൾക്കാണ് തുടക്കമിടുന്നത്. ഓരങ്ങളിൽ ഒതുങ്ങി ജീവിക്കുന്ന നമ്മൾ ഇനിയും കേട്ടിട്ടില്ലാത്ത അങ്ങനെ ചില വലിയ പാട്ടുകാരിലൂടെ തന്നെ വേണം മലയാള സിനിമ മണ്ണിലിറങ്ങി നടക്കേണ്ടതും. പാട്ടിന്റെ ലോകത്തെ വലിയ ആർഭാടങ്ങളിൽ നിന്ന് വ്യാജബിംബങ്ങളെ കെട്ടിയെഴുന്നള്ളിച്ച് നടക്കുന്നവർ തീർച്ചയായും കണ്ടും കേട്ടും പഠിക്കട്ടെ ഈ പാട്ടുകാരിയുടെ പാട്ടും ജീവിതവും. പ്രേക്ഷകരുടെ സ്നേഹവാക്കുകൾക്കൊപ്പം ശകാരങ്ങളും ഞങ്ങൾ മറയില്ലാതെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ കേരള എക്സ്പ്രസ് പീപ്പിൾ TV കൈരളി ടവേഴ്സ് പാളയം തിരുവനന്തപുരം. ഇമെയിൽ വിലാസം keralaexpress@peopletv.in. ഫോൺ 9744318801. കണ്ടിട്ടും കാണാതെ പോകുന്ന കാഴ്ചകളുമായി കണ്ടെങ്കിലും കണ്ടെത്തിയിട്ടില്ലാത്ത ജീവിതങ്ങളുമായി കേരള എക്സ്പ്രസ് യാത്ര തുടരുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാം. കാത്തിരിക്കുക. ശുഭയാത്ര.